എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാർ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, കിണ്ണ സാധനം. ഫയർ ശരിയ തീ സാധനം. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ. ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. എവിടെ കണ്ടില്ലേ? കണ്ടു. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ കുറേ കാലത്തിന് ശേഷമാണ് വേറൊരു ഭാഷയിൽ ഒരു ചിത്രം ചെയ്തിട്ട് പൊളി സാധനം. കിടിലൻ ക്യാരക്ടർ കിടുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. പിന്നെ മറ്റേ സിഗ്നേച്ചർ സ്കോർ ഉണ്ടല്ലോ, ആ സാധനമല്ലേ, അത് പിന്നെ തുടക്കത്തിൽ യൂസ് ചെയ്യുന്നില്ല, ടുവേർഡ്സ് ക്ലൈമാക്സ് ആണ് അത് പഠിക്കുന്നത്. തന്നെ സാധനമായിരുന്നു. നിങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട. സെക്കൻഡ് ഹാഫിൽ ഒരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കല്ലോ. ലെവൽ സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കാണാനില്ല ബ്രോ. ഫസ്റ്റ് വേറെ ലെവല്, ഇത് അത്രയൊന്നും ഇല്ല. കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. അവിടെയാണ് ഋഷഭ് ഷെട്ടി അറിഞ്ഞു പണിയത്. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം.